ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കൺമണി ഡയറീസ്. ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഒരുപാട് നാളായി. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ കൂടുതലും ഷോർട്സാണ് ഇടാറുള്ളത്. ലോങ് വീഡിയോസ് ഇടാനുള്ളൊരു കണ്ടൻ്റ് ഒന്നും നമ്മളങ്ങനെ എടുക്കാറില്ല. മാത്രമല്ല, കുറച്ചുകൂടെ എഡിറ്റ് ചെയ്യാനൊക്കെ എളുപ്പം ഷോർട്സ് ആണല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മടി പിടിച്ച് ഒരുപാട് ലോങ് വീഡിയോയുടെ പെൻഡിങ് ഇരിപ്പുണ്ട്. അതൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് കൺമണി മോളുടെ പിറന്നാൾ ദിവസം, അതായത് ഇംഗ്ലീഷ് ഡേറ്റാണ് അന്ന്, നമ്മുടെ ബർത്ത്ഡേയുടെ അന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധി ഭവനിലേക്ക് പോവുകയാണ്. പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലാണ് നമ്മൾ 11 മണിക്ക് 11 മണിക്ക് മുമ്പേ എത്താമെന്നായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. പക്ഷെ കുറച്ച് താമസിച്ചു, ഒരു 10-15 മിനിറ്റ് ലേറ്റായി. കുറച്ചൊന്ന് കറങ്ങി, വഴിയൊക്കെ കുറച്ചൊന്ന് തെറ്റിയായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമ്മളവിടെ സമയത്ത് തന്നെയാണ് എന്തായാലും ഭാഗ്യത്തിനടുത്ത് പ്രെയറൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തിയിരുന്നു. നമ്മളവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തുന്ന കാര്യം. എന്നോട് ഒരുപാട് പേര് നമ്മൾ സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ വരുന്നത് എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്താണെന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒരു പ്രൊസീജിയേഴ്സും ഇവിടെ വരുന്നതിനില്ല. നമ്മൾക്ക് ഇങ്ങനൊരു നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസമോ ആരുടെയെങ്കിലും മരണത്തിൻ്റെ ദിവസമോ അങ്ങനെ എന്തുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇനി ഒന്നുമില്ല, നമുക്കൊരു ദിവസം ഇവരുടെ കുടുംബങ്ങളെ വന്ന് കാണണം എന്നുണ്ടെങ്കിൽ വെറുതെ ആയാൽ പോലും നമുക്കിവിടെ വരാം. വരുന്നതിന് ഒരു ഫോർമാലിറ്റീസ് ഇല്ല. അവരുടെ അടുത്ത് നേരത്തെ ഒന്ന് നമ്മൾ വിളിച്ച് പറയണം, ഇത്ര പേരാണ് വരുന്നതെന്നും നമ്മൾ ഇന്ന കാരണത്തിന് വേണ്ടിയാണ് വരുന്നതെന്നും മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അവർ നമ്മളെ നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ടല്ലേ, നമുക്ക് കഴിക്കാനായിട്ട് ഉള്ളിവടയും അതുപോലെ തന്നെ ചുക്ക് കാപ്പി, നല്ല ചൂട് ചുക്ക് കാപ്പിയൊക്കെയാണ് തന്നത്. കമ്മൂസിന് ഉള്ളിവട കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയതാണ്, തന്നെ മേടിച്ച് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കുറേ അച്ഛന്മാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അവരൊക്കെ അങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി വന്ന് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം തിരക്കി, നമ്മുടെ ഒക്കുപ്പേഷൻ, ഏജ്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വന്നവരാരൊക്കെയാണെന്നും എല്ലാവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാ ഡീറ്റെയിൽസും എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് നമ്മൾ വെളിയിലോട്ട് ജസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ അച്ഛനെ കണ്ടപ്പോൾ പറയാം, ഗാന്ധിജിയുടെ ഒരു വലിയ പ്രതിമ അവിടെ ഇരിപ്പുണ്ട്, ആ അപ്പൂപ്പനാണ് ഈ അപ്പൂപ്പൻ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. എങ്കിലും അവർക്ക് ഒരു ഭയങ്കര സന്തോഷമായി കൺമണിയെ കണ്ടപ്പോഴത്തേക്കും. പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല. അവിടെ കണ്ടോ മീനെയൊക്കെ വളർത്തിയിരിക്കുന്നുണ്ടല്ലേ, ഒരുപാട് മീനുണ്ട്, കുഞ്ഞതും വലുതും ഒക്കെ ആയിട്ട്. നല്ല രസമുണ്ട് അത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അവരെ എല്ലാവരെയും സമ്മതിച്ചേ പറ്റും, കാരണം എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ് അതെല്ലാം സൂക്ഷിക്കുന്നത്. നമുക്കവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഇവിടെ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു അപരിചിതത്വമില്ല. പക്ഷേ എങ്കിൽ പോലും നല്ല രസമാണ് ഇവിടെ അന്ന് വന്ന് ഒരു സന്തോഷമായിട്ട് ഞങ്ങൾ ഒരു വിശേഷപ്പെട്ട ദിവസം ഇവിടെ ആഘോഷിച്ചപ്പോൾ തന്നെ തീരുമാനിച്ചാണ് നമുക്കൊരു കുഞ്ഞുണ്ടായാലും അവളുടെ ആദ്യത്തെ പിറന്നാൾ നമ്മളിവിടെ ആഘോഷിക്കുന്നത്. പക്ഷേ ആദ്യത്തെ പിറന്നാൾ നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ആഘോഷിച്ചത്. അപ്പോൾ എന്തായാലും തീരുമാനിച്ചിരുന്നു അടുത്ത ബർത്ത്ഡേക്ക് നമ്മളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഗാന്ധി ഭവനിൽ വരും എന്നുള്ളത്. ഇനിയാണെങ്കിലും ഏത് പിറന്നാൾ വന്നാലും അല്ലെങ്കിൽ ഇനി എന്ത് വിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമുക്ക് ഇവരോടൊപ്പം വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. വേറൊന്നും കൊണ്ടല്ല, അത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ട്. അനാഥരാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അവരെ നോക്കാനാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ഉള്ളത്. അനാഥരെന്ന് പറയാൻ പറ്റില്ല, വീട്ടുകാരായിട്ട് ഉപേക്ഷിക്കപ്പെട്ടവരും, അതിപ്പോൾ കുഞ്ഞുങ്ങളായാലും ശരി, പ്രായമുള്ളവരായാലും ഇടപ്രായക്കാർ എല്ലാവരും ഉണ്ട്. പക്ഷെ അവരിവരെ നോക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അവർ നമുക്കൊരു ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യും. അതിനുവേണ്ടി നമ്മുടെ ഫ്രെയിം ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ഒരു പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൺമണിക്കുട്ടിയുടെ പിറന്നാളായതുകൊണ്ട് അവർ കൺമണിക്ക് എന്തോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ മാത്രം ഒരു സിംഗിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവളുടെ പരിശ്രമത്തിലാണ്. അവൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുക. അവൾക്ക് എവിടെ ഫോട്ടോ എടുക്കാൻ പോയാലും ഡാൻസ് ആണല്ലോ. അത് നിങ്ങൾക്ക് അവളുടെ ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന പലർക്കും അറിയായിരിക്കും, കൺമണിയുടെ ഒരു ക്യാരക്ടർ ഇത് തന്നെയാണ്. എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ നിർത്തി അവിടെ കിടന്ന് തുള്ളിക്കോളും. അങ്ങനെ ഒരു സാധനം ഫോട്ടോ എടുക്കാൻ അയാൾ ആവുന്ന പരിശ്രമം മൊത്തം നടത്തി. ഞങ്ങൾ മൊത്തം പേരും അവിടെ കിടന്ന് അവളോട് ചിരിക്കുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവസാനം പ്രശ്നമായി. ആ ഡ്രസ്സാണെങ്കിൽ കുറച്ച് ലൂസായിരുന്നു. അത് തലേ ദിവസം ഞങ്ങൾ ഷേപ്പ് ചെയ്ത് ഇട്ട് നോക്കിയതായിരുന്നു, അന്നേരം പ്രശ്നമില്ലായിരുന്നു. ഇപ്പം അത് വയറ് നോവുന്നെന്നും പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയവൾ. എന്തായാലും എന്തോ ഒരു ക്ലിപ്പ് കിട്ടി. അയാൾ പറഞ്ഞാൽ ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട്, ഒരു ഫോട്ടോ തൽക്കാലം മതി, ഇനി കുഞ്ഞിനെ വെറുതെ കരയിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിന് ശേഷം അവരുടെ പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് 4 കൊല്ലം മുമ്പ് വന്നപ്പോൾ ഈ ഒരു കെട്ടിടം
പണി നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിടമാണെന്നാണ് നമ്മുടെ യൂസഫ് അലി സാറാണിത് ശരിയാക്കി കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം അവരുടെ പ്രൈവസി നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അവിടുത്തെ ആൾക്കാരെല്ലാം എന്താ പറയുക, സാധാരണ ആൾക്കാർ, വയ്യാണ്ട് കിടക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പം നമുക്ക് എടുക്കുന്നതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എടുക്കാൻ പെർമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എസ്പെഷ്യലി നമ്മുടെ ലൈബ്രറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ജസ്റ്റ് അത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നമ്മളവിടെ ഫുള്ള് കണ്ടു. അതിനുശേഷം ഇറങ്ങി. അപ്പോൾ ആ കുട്ടി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓറിയൻറ്റേഷൻ തരുന്ന കുട്ടി നമ്മളോട് പറഞ്ഞിരുന്നു പുതിയൊരു ബിൽഡിങ്ങും കൂടി അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് അവിടെ തുടങ്ങുന്നുണ്ടെന്നുള്ളത്. അപ്പം ഇതാണ് നമ്മളുടെ ആ ഒരു കയറി വരുമ്പോൾ നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെയും മഹാത്മാഗാന്ധിയുടെയൊക്കെ ഫോട്ടോയും പ്രതിമയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല രസമാണ് അവിടെ കാണാൻ. നമ്മുടെ ഗുരുദേവൻ്റെയും ഒക്കെ ഉണ്ട്. പിന്നെ അവർ നമ്മളെ അവിടെ എല്ലാം കൊണ്ട് കാണിച്ചിട്ടുണ്ട്, അവരുടെ എല്ലാ സംഭവങ്ങളും. ഒപ്പം തന്നെ അവിടെ ഗാന്ധി ഭവനിൽ തന്നെ പഞ്ചായത്തുണ്ട്. അവിടെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. 14 പഞ്ചായത്ത് എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഓറിയൻറ്റേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളെ എന്താ പറയുക, സ്റ്റേജിലേക്ക് ആനയിച്ചു. വന്ന് നമ്മളോട് നമ്മൾ മാത്രമല്ല മറ്റ് 2 ഫാമിലീസും കൂടി അവിടെ വിശിഷ്ടാതിഥികളായിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതുകൊണ്ടും നമ്മളോടും അവിടെ തന്നെ ഇരിക്കാൻ തന്നെയാണ്. അവരിപ്പോൾ ആര് വന്നാലും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കത് നേരത്തെ തന്നെ അറിയാം. അപ്പം ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് നമ്മുടെ സൈക്യാട്രിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ വരേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഗാന്ധി ഭവനെ പറ്റി കൂടുതൽ അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഇവിടെ എത്തിയത്. അപ്പം ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നമ്മളിവിടെ തന്നെയാണ് ആഘോഷിച്ചപ്പോൾ ആദ്യം ഒരു പ്രയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് വരാം നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ വിളക്ക് കൊളുത്തിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരുപാട് പ്രാർത്ഥനകളുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു കൊയർ ടീമാണ് അവിടെ, നല്ല ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മതത്തിലുള്ള എല്ലാ പാട്ടുകളും പാടുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ ഒരു മൂഡിലേക്ക് നമ്മൾ പോകും. ഒന്നും നമ്മൾ ചിന്തിക്കില്ല മറ്റുള്ള കാര്യങ്ങൾ. അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അത് ശീലമാണ്. അവരെല്ലാം ഏറ്റ പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു. ഈ കൺമണിയും കൊണ്ട് പിന്നെ പോയാൽ എവിടെ ആയാലും ഇത് അവസ്ഥ നമുക്കറിയാലോ. അവൾക്ക് വിശപ്പായപ്പോഴത്തേക്ക് എൻ്റെ മടിയിൽ കയറിയിട്ട് എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തിരക്കായിരുന്നു അവിടെ നിന്ന് ജോലി. ഭാവി ഈ ക്ലിപ്പ് എടുത്തത് ഞാൻ അറിഞ്ഞില്ല. ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് നമ്മളിത് കാണുന്നത്. ഭയങ്കര സ്നേഹമായിരുന്നു അമ്മച്ചിയുടെ അടുത്ത്. ഭയങ്കര കെട്ടിപ്പിടുത്തവും ഉമ്മ തിരക്കൊക്കെ ആയിരുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ കമ്മലങ്ങൂരി കളയുകയും ചെയ്തവൾ. എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ പാല് വേണമെന്നൊന്നും ചോദിച്ചില്ല. കൺമണിക്ക് വേറെ പാട്ട് വേണം ഡാൻസ് കളിക്കാൻ. നമ്മുടെ പ്രാർത്ഥന ഇട്ടതൊന്നും ആൾക്കങ്ങോട്ട് പിടിച്ചിട്ടില്ല. പക്ഷേ ഉള്ള പാട്ട് ഏതായാലും ഞങ്ങൾ എൻജോയ് ചെയ്യും എന്നുള്ള മട്ടിലാണ്. ഇതേ കണ്ടില്ലേ, ഇവിടെ ഇറങ്ങി തന്നെ എല്ലായിടത്തും ഇറങ്ങി ഡാൻസൊക്കെ കളിയും എല്ലാം സന്തോഷമൊക്കെ ആയിരുന്നു. പക്ഷേ അച്ഛനമ്മമാരെല്ലാം ഇവളുടെ ആ കളി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊരു സന്തോഷമുള്ള ദിവസം കൊടുത്തതിന് അവരെല്ലാം നമ്മളോട് ഒരുപാട് നന്ദി പറഞ്ഞു. ഞങ്ങൾക്കും തിരിച്ച് അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ അത്രത്തോളം സന്തോഷിച്ചു. അപ്പോൾ അഖിലേട്ടനെ കൊണ്ട് സംസാരിക്കാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോമരാജൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമാണല്ലോ അതിൻ്റെ മാനേജർ കാര്യങ്ങളെല്ലാം. അപ്പോൾ പുള്ളി വന്നാണ് നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നത്. കുഞ്ഞിന് കണ്ടില്ലേ, അവർ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള കപ്പ് ആ ഒരു ഉടനെ തന്നെ നമുക്ക് ഫോട്ടോ രാവിലെ വന്നപ്പോൾ എടുത്തപ്പോൾ ഒരു ഹാഫ് ആൻ അവറിൽ അവരത് റെഡിയാക്കി കൊടുത്തു. അവൾക്കത് ഭയങ്കര സന്തോഷമായി. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണമാണ്. ഇതാണ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം.
നമുക്ക് ഇതും ഗിഫ്റ്റായിട്ട് അവർ തന്നു. അതിനുശേഷം കമ്മണി കുഞ്ഞിന് കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഇതായിരുന്നു അക്ഷമയായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. ഇവളെ ഇത് പറഞ്ഞാണ് ഞങ്ങളിവിടെ പിടിച്ചിരുത്തിയത് തന്നെ. അപ്പോൾ നമുക്കത് കണ്ടിട്ട് ആഗ്രഹമുണ്ട്, വരികയും ചെയ്യും. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കും. കൺമണി ആകെ സീനാക്കി കേട്ടോ. മറ്റൊന്നുമല്ല, അവർ കൺമണി ആശ്രയിച്ച് അതിൻ്റെ കേക്ക് കട്ട് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് അവർ കേക്ക് എടുത്തിട്ടങ്ങ് പോയി. ആക്ച്വലി അവർ മുറിച്ച് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയത്. അപ്പോഴത്തേക്ക് അവൾ വിഷയമെങ്കിലും അവരൊരു മുട്ടായി കൊടുത്തപ്പോഴത്തേക്ക് ആൾ കോംപ്രമൈസ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സദ്യ കഴിക്കാനുള്ള സമയമായിരുന്നു. നല്ല പായസമൊക്കെ കൂട്ടി നല്ലൊരു സദ്യ തന്നെ കിട്ടി. അവൾക്ക് കണ്ടില്ലേ സദ്യ വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവർക്കും കേക്ക് ഒരു പീസ് വീതം കൊടുക്കുന്നുണ്ടായിരുന്നു. കൺമണിക്ക് 3-4 പീസ് കിട്ടി. ബർത്ത്ഡേക്കാരി എൻ്റെ സ്പെഷ്യലാണെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം അവിടെ പാക്ക് ചെയ്താണ് നമുക്ക് തരുന്നത്. അങ്ങനെ ഞങ്ങൾ അത് മേടിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. നമ്മുടെ ഫോട്ടോയാണ് ഈ ചേട്ടനായിരുന്നു ക്യാമറാമാൻ, പുള്ളിയാണ് നമുക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നത്. കഴിഞ്ഞ് നമ്മളിത് അമ്മമാരോടൊക്കെ യാത്ര പറയുമായിരുന്നു. കൺമണിയെ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അവൾ ഉമ്മയൊക്കെ കൊടുത്തു. ആ അമ്മയൊക്കെ ഒരുപാട് നേരം അവളുടെ അടുത്ത് പോവാണോ ഇപ്പോഴേ പോവണ്ട എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ദേഹത്ത് പിടിച്ചപ്പോഴത്തേക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഉമ്മയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യമേ അച്ഛന്മാരുടെ അടുത്തൊക്കെ ഭയങ്കര അടുപ്പായിരുന്നു. അപ്പോഴത്തേക്ക് ആൾ കുഴഞ്ഞിട്ടുണ്ട്. ആൾ കേക്കെല്ലാം തിന്ന് മത്തടിച്ചിരിക്കുകയായിരുന്നു. ചിരിയും കളിയൊക്കെ ആയിരുന്നു. അവർക്ക് നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു പോകുന്നത്. അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. നമ്മുടെയും കുഞ്ഞിൻ്റെയും കുടുംബങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന എപ്പോഴും കാന്തിഭാവം കുടുംബത്തോടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.